മതപരിവർത്തനം ആരോപിച്ച് രാജ്യത്ത് വീണ്ടും അതിക്രമമുണ്ടായി. ഒഡീഷയിലെ ജലേശ്വറിൽ കന്യാസ്ത്രീകൾക്കും വൈദികർക്കും നേരെ ഇന്ന് അതിക്രമം നടന്നു. മതപരിവർത്തനം ആരോപിച്ച് 2 വൈദികരെയും കന്യാസ്ത്രീകളെയും ബജ്രംഗ് ദൾ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തുവെന്നാണ് ഇപ്പോൾ ഉയരുന്ന പരാതി. അജീഷ് ജയകുമാർ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. അജീഷ്, പ്രൈം ടൈമിലേക്ക് സ്വാഗതം. എന്താണ് സംഭവിച്ചത്? എന്തായാലും ഛത്തീസ്ഗഡിലെ സംഭവം നടന്ന് അധികം വൈകാതെയാണ് ഇപ്പോൾ ഒഡീഷയിൽ നിന്ന് സമാനമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. അതായത് ഒഡീഷയിലെ ജലേശ്വറിലാണ് ഈ സംഭവം നടന്നത്. ഇന്നലെ വൈകിട്ടാണ് 2 മലയാളി വൈദികരും ഒപ്പം 2 കന്യാസ്ത്രീകളും ഒരു മതാധ്യാപകനുമാണ് ഈ സംഘത്തിലുണ്ടായിരുന്നത്. ഇവരുടെ തന്നെ ഒരു ക്രിസ്തീയ വിശ്വാസിയുടെ ക്ഷണപ്രകാരം അവരുടെ കുടുംബത്തിലുള്ള ഒരാളുടെ 2ാം ചരമവാർഷിക ദിനത്തിൽ അവിടെ പ്രാർത്ഥനയ്ക്കായി പോയതാണ്. ഇവർ 5 പേര് ചേർന്ന് അവിടെ എത്തി. പ്രാർത്ഥനയ്ക്ക് ശേഷം വൈകിട്ട് 6 മണിക്ക് പ്രാതൽ അത് കഴിഞ്ഞ ശേഷം അവർ രാത്രിയോടെ മടങ്ങുകയായിരുന്നു. ഈ മടങ്ങുന്ന സമയത്താണ് ഏതാണ്ട് 9 മണിയോടടുത്ത് ഇവിടെ ഒരു ഇടുങ്ങിയ വഴിയാണ്, ചുറ്റും ആൾതാമസമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അവിടെയാണ് ഈ 70ഓളം പേരടങ്ങുന്ന ഒരു ബജ്രംഗ് ദൾ സംഘം ഇവർക്ക് നേരെ ഇവരെ തടയുകയും ആക്രമിക്കുകയും ചെയ്തു. ഇതിൽ ആദ്യം ആക്രമിച്ചത് ഈ മതാധ്യാപകനായിരുന്നു. ഇയാൾ ബൈക്കിലായിരുന്നു യാത്ര ചെയ്തിരുന്നത്. ഈ ബൈക്ക് തടഞ്ഞു നിർത്തുകയും ഇയാളെ അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു. ഈ ബൈക്ക് പിന്നീട് നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. കൂടാതെ ഈ കാറിലായിരുന്നു ഈ 2 മലയാളി വൈദികർ അടക്കമുള്ളവർ സഞ്ചരിച്ചിരുന്നത്. ഫാദർ ലിജോ നിരപ്പയിൽ, അദ്ദേഹം ജലേശ്വർ പള്ളി വികാരിയാണ്. കൂടാതെ ഫാദർ വി ജോജോ, അദ്ദേഹം ജോഡോ പള്ളിയിലെ വികാരിയാണ്. ഇങ്ങനെ 2 മലയാളി വൈദികരും കൂടാതെ 2 കന്യാസ്ത്രീകളും ഉണ്ടായിരുന്നു. ഇവരെയും ഈ കാർ തടഞ്ഞു നിർത്തി അസഭ്യവർഷം നടത്തുകയും മർദ്ദിക്കുകയും ചെയ്തു. ഇവർ മതപരിവർത്തനത്തിന് എത്തിയതാണ് എന്നാണ് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകർ ആരോപിച്ചത്. കൂടാതെ ഇവർ പ്രധാനമായും പറഞ്ഞത് ഇപ്പോൾ ഒഡീഷ ഭരിക്കുന്നത് ബിജു ജനതാദൾ അല്ല, BJP ആണ്. അതുകൊണ്ട് ഇവിടെ നിന്ന് ആരെയും നിങ്ങൾക്ക് അമേരിക്കക്കാരനാക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് ക്രിസ്ത്യാനികളാക്കാൻ സാധിക്കില്ല എന്ന് ആരോപിച്ചുകൊണ്ട് ആക്രോശിച്ചുകൊണ്ടായിരുന്നു ഈ മർദ്ദനം. ഇവർക്കും മർദ്ദനമേറ്റുവെന്നുകൊണ്ട് ഈ വൈദികർ തന്നെ പറയുകയുണ്ടായി. കൂടാതെ ഈ നാട്ടുകാർ, അതായത് ഇവരെ ക്ഷണിച്ച വീട്ടുകാരും ആ നാട്ടുകാരും ചിലരും ഇത് തടയാനായിട്ട് എത്തിയിരുന്നു. അവർ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരോട് പറഞ്ഞത് അവർ തങ്ങൾ ക്ഷണിച്ചിട്ട് പ്രാർത്ഥനയ്ക്കായി വന്നതാണ്, അല്ലാതെ മതപരിവർത്തനത്തിനായി എത്തിയതല്ല, അതുകൊണ്ട് അവരെ വെറുതെ വിടണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ അതൊന്നും കേൾക്കാതെ അതിക്രമം തുടരുകയായിരുന്നു. പിന്നീട് ഏതാണ്ട് 45 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് പോലീസ് ഈ സ്ഥലത്തേക്ക് എത്തുന്നത് വിവരമറിഞ്ഞ്. അതിൽ ഒരു വനിതാ കോൺസ്റ്റബിളും 2 കോൺസ്റ്റബിൾമാരും ഉണ്ടായിരുന്നു. അവർ ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരോട് ഇവർക്ക് ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാതെ പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ വീണ്ടും ഈ അതിക്രമം തുടരുകയായിരുന്നു. പിന്നീട് ഇവരെ കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോകുന്നു ചോദ്യം ചെയ്യാനെന്ന് ഈ ബജ്രംഗ് ദൾ പ്രവർത്തകരോട് പറഞ്ഞതിന് ശേഷമാണ് ഇവരെ അവിടെ നിന്ന് മാറ്റുന്നത്. അത് യഥാർത്ഥത്തിൽ ഇവരെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തത് എന്നാണ് ഈ വൈദികർ തന്നെ പറയുന്നത്. പിന്നീട് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. അവിടെ നിന്ന് FIR പോലീസ് ഇട്ടിട്ടില്ല. ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്നാണ് ഇപ്പോൾ ഈ വൈദികർ തന്നെ പ്രതികരിച്ചിട്ടുള്ളത്. CBSE ഇക്കാര്യത്തിൽ ഒരു പ്രസ്താവന ഇറക്കിയിട്ടില്ല. നാളെ രാവിലെ ഒരു പത്രസമ്മേളനം, ഒരു വാർത്താ സമ്മേളനമോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ്മെന്റോ ഇറക്കുമെന്ന് CBSE ഇക്കാര്യത്തിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഛത്തീസ്ഗഡിലെ സംഭവം നടന്ന് അതിന്റെ വാർത്തകൾ രാജ്യമെമ്പാടും ചർച്ചയായി. അധികം വൈകാതെ തന്നെയാണ് ഇത്തരത്തിൽ ഒഡീഷയിലും സമാന സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഏറെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഓക്കെ, അജീഷ് ജയകുമാർ, ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം എവിടെ നിന്നെങ്കിലും ഈ സഭയുടെയോ അതല്ലെങ്കിൽ വൈദികരുടെയോ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? നിലവിൽ അത്തരത്തിലൊരു പ്രതികരണം ഇതുവരെയ്ക്കും വന്നിട്ടില്ല. ഇന്നലെ നടന്ന സംഭവമാണെങ്കിലും അത് പുറത്തറിയുന്നത് ഇന്നാണ്. ഇന്നലെ രാത്രിയാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നീട് രാത്രി ഏറെ വൈകിയാണ് ഈ വൈദികരെ രക്ഷിച്ച് പോലീസ് അവിടെ നിന്ന് സ്റ്റേഷനിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നത്. പിന്നീട് അർദ്ധരാത്രിയോടെയാണ് അവിടുന്ന് പറഞ്ഞുവിടുകയും ചെയ്യുന്നത്. പിന്നീട് ഇന്ന് രാവിലെയാണ് ഈ സംഭവം പുറത്തറിയുന്നതും അത് വാർത്തയാവുകയും ചെയ്യുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ നമ്മൾ പ്രതികരണത്തിനായി ശ്രമിച്ചിരുന്നു. പക്ഷേ നിലവിൽ അവർ പ്രതികരണം നടത്തിയിട്ടില്ല. നാളെ രാവിലെ 11 മണിക്ക് ഡൽഹിയിൽ CBSEയുടെ ആസ്ഥാനത്ത് അവർ ഒരു വാർത്താ സമ്മേളനം നടത്താമെന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതേസമയം തന്നെ ഒരു വാർത്താക്കുറിപ്പ് ഇറക്കാമെന്നും അറിയിച്ചിട്ടുണ്ട്. നിലവിൽ അവർ അത്തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടില്ല. നമ്മൾ അവരെ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും അതിഭയാനകമായുള്ളൊരു സംഭവമാണ് രാജ്യത്ത് ഇപ്പോൾ വീണ്ടും തുടർച്ചയായിട്ട് സംഭവിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ വയ്യ. കാരണം ഛത്തീസ്ഗഡിൽ 2 കന്യാസ്ത്രീകൾ അവർ 3 പെൺകുട്ടികളുമായി റെയിൽവേ സ്റ്റേഷനിൽ പോയപ്പോഴാണ് ദുരനുഭവം നേരിട്ടതെങ്കിൽ ഇത് മറിച്ച് അവർ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അവർ വികാരിയായി ഉള്ള സ്ഥലത്ത് അവരുടെ വിശ്വാസിയായ ഒരു വീട്ടിൽ പോയപ്പോഴാണ് ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായത്. ഓക്കെ, അജീഷ് ജയകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.